1945 മാർച്ച് 25 മംഗളവാർത്ത തിരുനാളിനാണ് പരിശുദ്ധ മറിയം ആംസ്റ്റർഡാമിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഈഡ പെഡർമാൻ എന്ന സ്ത്രീക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അന്ന് ഓശാന തിരുനാൾ കൂടിയായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധം നെതർലൻഡ്സിനെ ഞെരുക്കിയ ഒരു കാലഘട്ടമായിരുന്നു അത്. ഈഡ സഹോദരിമാരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു വിഷയം. ഈ സമയം മുറിയുടെ ഒരു കോണിൽ ഒരു പ്രകാശം വന്നു. ആ പ്രകാശത്തിന് നടുവിൽ പരിശുദ്ധ മറിയത്തെ കാണാനായി. വളരെ ലളിതവും നിശബ്ദവുമായിരുന്നു മാതാവിൻ്റെ ഈ പ്രത്യക്ഷപ്പെടൽ. താൻ മനുഷ്യരക്ഷയ്ക്ക് സ്വയം സമ്മതം നൽകിയ ദിവസമാണ് ഇന്നയെന്ന് അമ്മ പറഞ്ഞു. താൻ സഹരക്ഷകയും മധ്യസ്ഥയും അഭിഭാഷകയുമാണെന്നും അതിനായി തിരുസഭയുടെ അംഗീകാരം ആഗ്രഹിക്കുന്നുവെന്നും മാതാവ് പറഞ്ഞു. 1945 മുതൽ 1959 വരെ 56 തവണ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ഈടയ്ക്ക് ലഭിക്കുകയുണ്ടായി. സർവ്വജനപദങ്ങളുടെയും നാഥയായിട്ടുള്ള പ്രത്യക്ഷം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഭൂമിയിൽ ശക്തമായി കാലുറപ്പിച്ചുകൊണ്ട് പരിശുദ്ധ മറിയം നിൽക്കുന്നു. പിന്നിൽ ഒരു കുരിശു കാണാം. മറിയത്തിൻ്റെ വേഷവിധാനം ഇടയ കന്യകയുടേതാണ്. ഭൂമി ഇരിക്കുന്നത് നിരവധി ആടുകൾക്കിടയിലുമാണ്. മറിയത്തിൻ്റെ കരങ്ങളിൽ നിന്ന് വരുന്ന 3 പ്രകാശകിരണങ്ങൾ ആടുകളുടെ മേൽ പതിക്കുന്നതായി കാണപ്പെടുന്നു. ഈ 3 രശ്മികൾ കൃപയുടെ രശ്മികളാണ്. ഈ ചിത്രം പ്രചരിപ്പിക്കണമെന്ന് മാതാവ് ആവശ്യപ്പെട്ടു. ഒപ്പം ഒരു പ്രാർത്ഥനയും നൽകി. പ്രാർത്ഥന ഇങ്ങനെയാണ്: ക്രിസ്തുനാഥ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപതനം, ദുരന്തങ്ങൾ, യുദ്ധം ആദിയായവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ. ഒരിക്കൽ മറിയമായിരുന്ന സർവ്വജനപദങ്ങളുടെയും നാഥ ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ. ആമേൻ. ഈ പ്രാർത്ഥന ലോകത്തിൻ്റെ മാനസാന്തരത്തിനും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാതാവ് ഈഡയോട് പറഞ്ഞു. പ്രാപഞ്ചിക ദുരന്തങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥനയിലൂടെ സർവ്വജനപദങ്ങളുടെയും നാഥ സംരക്ഷണം നൽകുമെന്നും അറിയിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ വരവിനു മാത്രമേ യുദ്ധങ്ങളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ കഴിയൂ. മംഗളവാർത്തയുടെ സമയം താൻ നൽകിയ സമ്മതം സഹരക്ഷകയായി തന്നെ മാറ്റിയെന്നും മരിയൻ വിശ്വാസ സത്യങ്ങളിൽ അവസാനത്തേതാണ് ഇതെന്നും അമ്മ പറഞ്ഞു.